അവൻ എപ്പോ നോക്കിയാലും കവിന്റെ കൂടെ ചുറ്റിക്കറങ്ങി എവിടെയൊക്കെ പോണം. എന്റെ ചേച്ചിയാണെങ്കിൽ വിക്രത്തിന് 2ാം കല്യാണം ആലോചിച്ച് അതിന്റെ പുറകെ ഒറ്റ പോക്കാം. ചുരുക്കി പറഞ്ഞ ഈ കമ്പനിയുടെ കണക്കും കാര്യങ്ങളൊക്കെ ഈ ഞാൻ തന്നെ നോക്കുന്നേ. എന്റെ ചേച്ചിക്ക് എന്നെ ഭയങ്കര വിശ്വാസമാ. അനിയനെല്ലാം നോക്കിക്കണ്ട് ചെയ്തോളുന്നു. പക്ഷെ കിട്ടുന്ന ഗ്യാപ്പില് ഞാൻ ചില ഇടപാടൊക്കെ നടത്തി പണം ശേഖരിച്ചുകൊണ്ടിരിക്കുക. എന്താ നിങ്ങൾ ഈ പറയുന്നേ? പണം എവിടെ ശേഖരിച്ചു വെച്ചെന്നാ? അല്ല, ഞാനറിയാതെ നിങ്ങൾ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഒന്ന് പോടി മണ്ടി. പണം ശേഖരിക്കുന്നു പറഞ്ഞാ അതിന് സെറ്റപ്പ് ഒന്നും അർത്ഥം. അതൊക്കെ നല്ല ഭദ്രമായിട്ട് ബാങ്കിലുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാലേ, എന്റെ ചേച്ചിയാ ഇപ്പൊ മൊത്തം സ്വത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ. അപ്പോ ഞാനെന്താ പൊട്ടനാ? നേരെ മുമ്പിൽ ചെന്ന് ചേച്ചി എന്റെ ഷെയർ താട്ടെന്ന് പറഞ്ഞാ എന്റെ ചേച്ചി എനിക്ക് 10ന്റെ നയ പൈസ തരാൻ പോകുന്നില്ല. ഇനി ഒന്ന് കരഞ്ഞും പിഴിഞ്ഞൊക്കെ പറയുകയാണെങ്കിൽ തന്നെ നിനക്ക് പക്വതയൊന്നും ആയില്ല, നിനക്ക് ലോകപരിചയം കുറവാണ്, നിന്നെ ആരെങ്കിലുമൊക്കെ പറ്റിക്കും, അങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ നൈസായിട്ടങ്ങ് ഒഴിവാക്കി വിടത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് നേരെ വഴിക്ക് പോവാതെ പിന്നാം പുറത്തുകൂടെ ശകുനിയുടെ പണി ചെയ്യുന്നേ. 1-2 രൂപയല്ല, ലക്ഷങ്ങളാ ഞാൻ ഇതുവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. അല്ല, നിങ്ങളിങ്ങനെ അടിച്ചു മാറ്റുന്ന കാര്യം വിക്രം അറിഞ്ഞാ എന്താവും സ്ഥിതി? അവനൊന്നും അറിയാനേ പോകുന്നില്ല. അത് അവന്റെ മനസ്സും ചിന്തയും എല്ലാം തന്നെ അവന്റെ മോന്റെ പുറകെ ഉള്ളത്. അവന്റെ ഒരു ശ്രദ്ധയും കമ്പനിയിലോ ബിസിനസ്സിലോ ഒന്നും വരികയില്ല. വെറുതെ ഒന്ന് വന്നു പോകലേ ഉള്ളൂ. അവന്റെ ചിന്തയൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാ ഞാൻ ഈ IT റീഡൊക്കെ കൊണ്ടുവന്നേ. കമ്പനി ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് തന്നെയാ. പക്ഷേ ഇന്ന് ഞാൻ ചില തരികിടയൊക്കെ കാണിച്ച് കാശ് കുറെ ഉണ്ടാക്കിയല്ലോ, അതിന്റെ ഡോക്യുമെന്റ്സിനെ പറ്റിയൊന്നും അവൻ ചിന്തിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ സേഫ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് മെന്റൽ ഡിപ്രഷൻ കൊടുത്തേ മതിയാവും. ഇതാണ് എന്റെ സ്റ്റൈല്, മനസ്സിലായ? അല്ല, ഇതെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട്. എന്നാൽ പെട്ടെന്നൊരു ദിവസം വിക്രമും ദേവയാനി ചേച്ചിയും ഇതൊക്കെ അറിഞ്ഞാൽ നമ്മുടെ കാര്യം അവതാളത്തിലാവില്ലേ? അയ്യോ, വേണ്ടാത്തൊന്നും പറയാതടി. അങ്ങനെയൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല. അതൊന്നും അറിയാത്ത വിധത്തിലാ ഞാൻ കാര്യങ്ങൾ ഓടിച്ചോണ്ട് പോകുന്നേ. നോക്ക്, നീ പേടിച്ചിട്ട് എന്നെ കൂടെ പേടിപ്പിക്കാൻ പറ്റില്ലേ? ഞാൻ നല്ലൊരു കാര്യം പറയുമ്പോ അങ്ങനെയാണോ സൂപ്പർ എന്നും പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കടി. ഇതൊന്നും ചെയ്യാതെ അല്ല, എന്തു പറ്റി? എന്താ വല്ലാതിരിക്കുന്നേ? അത് വിജയല്ലേ? എവിടെ? ആരുടെ കാര്യം പറയുന്നേ? അത് അവിടെ നോക്ക്. വിജി ഇപ്പൊ ഇവിടെ ഉണ്ടോ? അല്ല, ഏത് വിജി? ആരുടെ കാര്യം പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്ന് തെളിച്ചു പറ. എടി അങ്ങോട്ട് നോക്ക്. വിക്രം കെട്ടിരുന്ന പെണ്ണ് വിജി. കണ്ണൂർ നോക്ക്. അതെ, ഒന്ന് ഫോളോ ചെയ്തേ. അത് വിജയാണെന്ന് നമുക്ക് നോക്കാം. വിജി തന്നെയാണോ? പുറകിൽ നോക്കിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. എടി, ഇത് അവള് തന്നെയാ. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അവളെ വ്യക്തമായിട്ട് കണ്ടതാ. ശരി, കുറച്ച് സ്പീഡിൽ പോയാലല്ലേ അവളെ കാണാൻ പറ്റുള്ളൂ. നമുക്ക് അവളാണോന്ന് കൺഫേം ചെയ്യാലോ. ഞാൻ ഇത്ര നേരമായിട്ട് പറയൂലേ, അത് അവള് തന്നെയാ.
മിസ്സായല്ലോ.